ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മിക്കുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലെല്ലാം നമുക്ക് തരുന്നത് ഒരു ബില്ലാണ് തരുന്നത്. കയ്യിൽ കമ്പ്യൂട്ടർ ബില്ലല്ല തരുന്നത്, നമുക്ക് തെർമൽ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൊരു ബില്ലായിരിക്കും നമ്മളെ കയ്യിൽ തരുന്നത്. അപ്പോൾ അതുപോലുള്ള ബില്ല് നമുക്ക് അല്ലാതെ കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ നമുക്കുള്ള ATM കൗണ്ടറിൽ നിന്ന് കിട്ടുന്ന ബില്ല്, അതുപോലെ തന്നെ ബസ്സിൽ നിന്ന് കിട്ടുന്ന ബില്ല്, ഇതെല്ലാം സെയിം തെർമൽ പേപ്പറിൽ നിന്ന് തന്നെയാണ് ഇത് പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ബില്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുട്ടിക്ക് അവരുടെ പേരൻസ് സ്വീറ്റ്സൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേസ്, അങ്ങനെയുള്ള അവർക്ക് കഴിക്കാനുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ മേടിച്ചു. കൗണ്ടർ മാറി നിന്നാണ് ബില്ല് ചെയ്തത്. അപ്പം ഞാൻ നിന്ന കൗണ്ടറിലല്ല, ഇപ്പുറത്തെ കൗണ്ടറിൽ ബില്ല് പേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പേ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കുട്ടിയുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് ഓപ്പൺ ആയിരുന്നു, ചോക്ലേറ്റിൻ്റെ കവർ ഓപ്പൺ ആയി കുട്ടി കഴിക്കുന്നുണ്ടായിരുന്നു. ബില്ലടിച്ചവർ കൊടുത്തതാണ്. എന്നിട്ട് ബില്ല് അവർ ലാസ്റ്റ് പേ ചെയ്ത് ബില്ല് കൊടുത്തു. അപ്പോൾ ഞാൻ ബില്ല് അടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരത് എന്ത് ചെയ്തു, എനിക്കത് നല്ലൊരു വിഷമത്തോടു കൂടിയാണ് ഞാനിത് ഇതിനകത്ത് പറയുന്നത്. ഇനി ആർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുത്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് ആ ബില്ല്, ഈ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ടി ആ ബില്ല് അങ്ങ് മേടിക്കുകയുണ്ടായി. എന്നിട്ട് ആ കുട്ടി അത് മേടിച്ചിട്ട് ചോക്ലേറ്റ് പകുതിയായിരുന്നു ഇപ്പോൾ പൊട്ടിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കവറും കൂടെ ഇളക്കിയിട്ട് കുട്ടിയുടെ കയ്യിൽ ബില്ലും ഉണ്ടായിരുന്നു, ചോക്ലേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ആ ബില്ലിൻ്റെ ആ ചോക്ലേറ്റിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചില കുഞ്ഞു കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലെ ലുലു അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില കുട്ടികൾക്ക് ഈ ഇറങ്ങിയതിന് ശേഷം കുട്ടികൾക്ക് ഈ ബില്ല് കാണുമ്പോഴത്തേക്ക് ഒരു രസമാണ്. കാരണം നല്ല നീളത്തിനുള്ള നല്ലൊരു ഇതായിട്ടിരിക്കുന്നത് കൊണ്ടേ കുട്ടികളത് ശ്രദ്ധിക്കുകയും ചെയ്യും, പെട്ടെന്ന് പിടിച്ച് മേടിക്കും പേരൻസിൻ്റെ നിന്ന്. പേരൻസിന് അറിയാത്ത പേരൻസ് ആണെങ്കിൽ അവർക്ക് അത് ശ്രദ്ധിക്കാറില്ല, കുട്ടികളെ കൈ കൊടുക്കുകയും ചെയ്യും. കാരണം ബില്ലിൻ്റെ ഇത് കഴിഞ്ഞല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ മേടിക്കുമ്പോഴേ അവരത് ബില്ല് സൂക്ഷിച്ച് വയ്ക്കത്തുള്ളൂ, കുട്ടികളെ കൈ കൊടുക്കാതെ. സൂപ്പർ മാർക്കറ്റിലെന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറില്ല. കുട്ടിയുടെ കൈ കൊടുത്തു, കുട്ടി ഇതെന്ത് ചെയ്തു, അപ്പോൾ ഇത് പിടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, അത് കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ഒരു കുട്ടികൾക്കും അങ്ങനെ ഒരു ഇത് വരരുത്. ഇതിപ്പം എല്ലാവർക്കും അറിവ് ഇതിനെക്കുറിച്ച് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചേർക്കുന്ന കെമിക്കൽസും കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ BPA ഫ്രീ ആയിട്ടുള്ളതാണ് നമ്മളെ കുട്ടികൾക്ക് കൂടുതലായിട്ട് നമ്മൾ മേടിച്ചു കൊടുക്കുന്നത്. ഈ BPA എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, BPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കെമിക്കൽ കണ്ടൻറ്റ് കുറവുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള വാട്ടർ ബോട്ടിൽസ്, അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ കണ്ടെയ്നേഴ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ളത്, അതുപോലെ ഫീഡിങ് ബോട്ടിൽസ്, ഇതെല്ലാം നമ്മൾ BPA ഫ്രീ ആയിട്ടുള്ളതാണ് മേടിച്ചു കൊടുക്കാറുള്ളത്, BPAയുടെ കണ്ടൻറ്റ് കുറവുള്ള. അപ്പോൾ നമ്മൾ ഈ 3 തൊട്ട് 7 വരെയുള്ള റീസൈക്ലിംഗ് കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BPA കണ്ടൻറ്റ് ഉള്ള ഒരു ബോക്സാണ്. അത് നമ്മൾ പിന്നെയും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് നിങ്ങൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനുള്ള ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ ഈ BPA എന്ന് ഈ നമ്മുടെ ഈ പറയുന്നത് നമ്മളിപ്പം ഞാൻ കാണിച്ചില്ലേ, ഒരുപാട് ഇപ്പോൾ ഈ ബില്ലുകളെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കുമ്പോഴത്തേക്കും ഇതിനകത്തുനിന്നും ഒരു കളർ സ്പ്രെഡ് ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളത് തിരിച്ച് പിടിക്കുമ്പോൾ അതില്ല. അതുപോലെ തന്നെ ഞാൻ ഓൺലൈനിൽ നിന്നൊരു അതുപോലെ തന്നെ ഒരു റോൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ തെർമൽ പേപ്പറിൻ്റെ റോള്. അപ്പോൾ അതിൽ വെച്ച് ഒന്നും പ്രിൻറ്റ് ചെയ്തിട്ടില്ല, ഇതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇത് എത്രമാത്രം നമുക്ക് ദോഷമാണെന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അപ്പോൾ ഇത് എല്ലാ ബില്ലും ഒന്ന് കത്തിച്ച് നോക്കി. അതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ ഇതുവരെയായിട്ടും ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വെള്ള പേപ്പറും, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും, അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ബില്ലെന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന വാട്ടർ ബില്ലാണ്. അതിനകത്ത് ഇവർ കമ്പ്യൂട്ടർ പ്രിൻ്റാണ് എഴുതിയാണ് വരുന്നത്. അതുകൊണ്ട് അതിനകത്ത് മാത്രം ഈ ഒരു സംഭവം ഇല്ല, ഈ മഷി ആഡ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാത്തിനകത്തും ഈ മഷി നന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികൾക്ക് വളരെയധികം, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാം വളരെയധികം ദോഷം ചെയ്യുന്നൊരു മഷിയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2020 തന്നെ നമ്മൾ ഈ ജേണൽ ഓഫ് മോളിക്കുലർ സയൻസിൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പല പഠനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വളരെ ദോഷകരമാണ്. മനുഷ്യർക്ക് ക്യാൻസർ വരെ ഉണ്ടാകുന്ന പല ഗുരുതര അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ബിസ്ഫിനോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ തെർമൽ പേപ്പറിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.03% തൊട്ട്
0.66% വരെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെയിലി ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ബസ്സിൽ സഞ്ചരിക്കുന്നവരും മറ്റും അതുപോലെ തന്നെ ഷോപ്പിംഗ് ചെയ്യുന്നവരും. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെയുള്ളതും ഒക്കെ ഒരുപാടായിട്ട് കുട്ടികളെ കയ്യിലും ഒക്കെ പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ആ ബില്ല് നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ കയ്യിൽ മേടിക്കുവാണെങ്കിൽ നിങ്ങളെ കൈ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫുഡായാലും എന്തായാലും കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തൊക്കെ അത് പിടിച്ചതിന് ശേഷം തൊടാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കണം എല്ലാവരും. ഫ്രണ്ട്സ്, ഈ വീഡിയോ കുറച്ച് ലോങ് ആണെന്നറിയാം, എങ്കിലും എനിക്ക് അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് ലോങ് ആയാലും കുഴപ്പമില്ലാന്ന് വെച്ച് ഇടുന്നത്. നിങ്ങളെല്ലാവരും സഹകരിക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളെ കയ്യിൽ നമ്മൾ ദിനം പ്രതി ഉപയോഗിക്കുന്ന പേപ്പറാണ്. ഈ ബില്ലിന് വേണ്ടിയിട്ട് മറ്റും എല്ലാം നമുക്ക് ഡെയിലി കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ വാട്ടർ ബില്ല് നമുക്ക് കിട്ടുന്ന വാട്ടർ ബില്ല് തെർമൽ പേപ്പർ ഉപയോഗിച്ചല്ല പ്രിന്റ് ചെയ്തേക്കുന്നത്. മറ്റിടങ്ങളിൽ എനിക്ക് അറിയത്തില്ല. നമ്മളവിടെ കിട്ടുന്നത് കമ്പ്യൂട്ടർ ബില്ലാണ്. മറ്റുള്ള ഇടങ്ങളിലൊന്നും എനിക്ക് ഇതുവരെയായിട്ടും തെർമൽ പേപ്പർ ആണോ വാട്ടർ ബില്ലിൽ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. അല്ലാതെ ഉപയോഗിക്കുന്ന എല്ലാം നമ്മുടെ ATMിലായാലും അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, അതുപോലെ ഏതൊരു ബസ് ടിക്കറ്റ് ഏതൊരു ഇതെടുത്താലും റേഷൻ കടയിൽ പോലും ഇപ്പോൾ ഇതാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെട്ടെന്ന് തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും തെർമൽ പേപ്പർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ആമസോണിൽ നിന്നൊക്കെ ഒരു പേപ്പർ ടെസ്റ്റിന് വേണ്ടി മേടിച്ചത്. ഇപ്പം ഇത് പ്രിന്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൽ കളർ വരുവുള്ളൂ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അതിനകത്ത് പ്ലെയിൻ ആയിട്ടുള്ള ആ പേപ്പറിൽ വരെ നമ്മൾ ഹീറ്റ് ഇത് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഇതിൽ ആ കളർ ചേഞ്ച് വരുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ അതിന് ആ കളർ ചേഞ്ച് വരാൻ കാരണമെന്ന് പറയുന്നത് നമ്മളെ മഷിയുടെ നിറം പെട്ടെന്ന് തന്നെ വരാൻ കാരണം അതിലുള്ള കളർ ഡെവലപ്പർ എന്ന് പറയുന്ന ബിസ്ഫിനോൾ എ ആണ്. അതുപോലെ തന്നെ ഇത്തരം പേപ്പറുകളിൽ താപം പ്രതിരോധിക്കുന്നതിനും മഷിയുടെ നിറം വർദ്ധിപ്പിക്കാനും കളർ ഡെവലപ്പറായും ഈ ബിസ്ഫിനോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ആൾക്കാർക്ക് ഏറ്റവും എന്ന് വെച്ചാൽ നമ്മുടെ ജോലി എളുപ്പമാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബില്ല് പ്രിന്റ് ചെയ്തെടുക്കാനും മറ്റും ഇതുകൊണ്ട് സാധിക്കും. പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ സൈഡ് എഫക്റ്റ് ആണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കും അതുപോലെ തന്നെ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കും പിന്നെ അതുപോലെ നമ്മുടെ മുതിർന്നവർക്കും എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനും മൊത്തത്തിൽ നമുക്ക് ഇത് ബിസ്ഫിനോൾ വളരെ ദോഷം തന്നെയാണ്. നിങ്ങൾക്കുള്ള ഇപ്പം കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് ഫുഡ് ഐറ്റംസ് ആയാലും മറ്റുമൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. എന്നാലും ഞാൻ എസ്പെഷ്യലി പറയുന്ന ഈ ബില്ലിനെ കുറിച്ചാണ്. എല്ലാത്തിലും ഇത് അടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ബില്ല് കൊണ്ട് നമുക്ക് അതിൽ നിന്നെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. അത് നമ്മളെ കൊണ്ട് എന്തായാലും പറ്റൂല. നമ്മൾ ഈ ബില്ല് കുട്ടികളെ കയ്യിലായാലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് നമ്മുടെ പാരൻസ് തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുക. ഇത് ബില്ല് കിട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും കുട്ടികളുടെ കയ്യിൽ നമ്മൾ കൊടുക്കാതിരിക്കുക. മറ്റുള്ള കുട്ടികൾക്ക് നമ്മൾ അതിലും ബോധവൽക്കരണം നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കുക. അപ്പം അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് തൊട്ട് കഴിഞ്ഞാൽ വളരെ ഗുരുതരമായുള്ള അസുഖങ്ങൾ ഉണ്ടാവുമെന്നും എല്ലാം നമ്മൾ പേരൻസ് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഹോർമോൺസിന്റെ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു ബിസ്ഫിനോൾ എന്ന് പറയുന്നത് നമ്മളെ ഗ്രന്ഥികളിൽ വരുന്ന മാറ്റം ശരീരത്തിലെ ഹോർമോണുകളെ തടസ്സപ്പെടുത്തിയാണ് ഇത് ഈ അസുഖങ്ങളും മറ്റും ഉണ്ടാക്കിക്കുന്നത്. അതിൽ തൈറോയിഡ്, അതുപോലെ തന്നെ ജനിതക വൈകല്യം കൊച്ചുങ്ങൾക്ക് ഉണ്ടാകുന്ന, അതുപോലെ തന്നെ മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ പ്രത്യുൽപാദന ശേഷി അങ്ങനെയുള്ളതിനെ എല്ലാത്തിനെയും ഇത് ഒരുപാട്, അതുപോലെ തന്നെ ക്യാൻസേഴ്സ്, പല രീതിക്കുള്ള ക്യാൻസേഴ്സിനെല്ലാം ഇത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാ കയ്യിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ കൈ വാഷ് ചെയ്യുക. അതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ സോപ്പ് കിട്ടാത്ത സ്ഥലമാണെങ്കിൽ വെള്ളം ഉപയോഗിച്ചെങ്കിലും കഴിക്കുന്നതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മുഖത്തും കണ്ണിലും ഒക്കെ തൊടാതിരിക്കുക ഈ ഒരു ബില്ല് പിടിച്ചിട്ട്. നമ്മളിപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല, ബില്ല് നമ്മൾ സൂക്ഷിച്ചാണ് വെക്കുന്നത്. കാരണം TTR വന്ന് ടിക്കറ്റ് ചിലപ്പോൾ ചോദിക്കും. അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ച് എവിടെയെങ്കിലും ഒന്നെങ്കിൽ നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗിലോ ഒക്കെ സൂക്ഷിച്ച് വെക്കും. അപ്പോഴും നമ്മൾ ഈ ബില്ല് കൈകൊണ്ട് തൊട്ടതാണ്. എന്നിട്ട് നമ്മൾ ഓർക്കാണ്ട് ചിലപ്പോൾ മുഖത്ത് തലമുടിയിലോ ഒക്കെ തലമുടി ചെയ്യാനോ മുഖത്തും ഒക്കെ തൊടുകയോ തുടയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്കിന്നിനകത്തൂടെ തന്നെ ഇത് പ്രവേശിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത്. എല്ലാവരും ലോങ് ട്രിപ്പും അതുപോലെ തന്നെ ഷോർട്ടായാലും കുഴപ്പമില്ല,
പോകുന്നൊരു മാക്സിമം വെള്ളം ഒരു കുപ്പി കയ്യിൽ വെച്ചേക്കുക. അപ്പോൾ ഇത് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലെന്നല്ല, നമ്മൾ ബാഗിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വാഷ് ചെയ്ത് കളയുക, ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് തുടച്ച് കളയുക. അങ്ങനെ വേണം ചെയ്യാനെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ അത് വെച്ചിട്ട് ഫുഡ് കഴിക്കുകയോ മുഖത്തൊടുകയോ ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ കുട്ടിയെ കൊടുക്കുകയോ. എനിക്ക് ആ കുട്ടീനെ കണ്ടിട്ട് നല്ല വിഷമമുണ്ടായി. എനിക്ക് ഒരു പറയാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കുട്ടി ആ ഫുഡിൻ്റെയോടൊപ്പം തന്നെ ആ പേപ്പറും ബായിലോട്ട് തട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടെ കണ്ടുകൊണ്ടാണ് എനിക്ക് നല്ല വിഷമമായത്. അപ്പോൾ പാരൻസും അത് ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് അതിൻ്റെ അറിവ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവരത് കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ 2017 ഓടുകൂടി നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ ഞാനിത് യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും ഒക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാതിരിക്കാം, എങ്കിലും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 തന്നെ ഇതിന് പഠനങ്ങൾ നടത്തിയതിൽ തന്നെ പറയുന്നുണ്ട് ഇതിന് ക്യാൻസറിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെയുള്ള അത് സംബന്ധമായി ബന്ധപ്പെട്ട മറ്റസുഖങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന കരൾ വീക്കവും അങ്ങനെയുള്ള ഒരുപാട് ഡിസോർഡേഴ്സ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഫ്രാൻസിലും സ്വീഡൻ, കാനഡ എന്നീ കൺട്രികളിലൊക്കെ അവർ ഇത് നിരോധിച്ചിട്ടുമുണ്ട് ഈ ബില്ല്. അപ്പോൾ ഈ തെർമൽ പേപ്പർ ഉപയോഗിച്ചുള്ള ബില്ലിനാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ BPA ഫ്രീ ആയിട്ടുള്ളത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ടോയ്സ് ആയാലും അതുപോലെ തന്നെ അവർക്കുള്ള യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽ, കണ്ടെയ്നർ, സ്നാക്സ് ഒക്കെ കൊടുത്തു വിടുന്ന കണ്ടെയ്നർ, ഇതൊക്കെ കൂടുതലും BPA ഫ്രീ ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്തായാലും ബില്ല് നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബസ്സിലായാലും എല്ലാം. നമുക്ക് പണ്ട് ബസ്സിലൊക്കെ തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കളർ പേപ്പറുകളായിരുന്നു. അത് ഒരുമിച്ച് കൂട്ടിയായിരുന്നു ഒരു എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ ചിലപ്പോൾ 25-30 ആയിരിക്കും, ചിലപ്പോൾ 10-12 അങ്ങനെയൊക്കെ വരുന്നതായിരിക്കും ടിക്കറ്റുകൾ. അങ്ങനെ 3-4 ചേർത്തായിരുന്നു അന്ന് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ടൈം, പിന്നെ ഡേറ്റ് അടയാളപ്പെടുത്തണം, ടിക്ക് ചെയ്യണം, അതൊക്കെ ഒരുപാട് താമസം ഉണ്ടാവും. പിന്നെ അത് ഇളക്കിയെടുക്കുന്ന പാട്, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇവരിപ്പം ഈ ഒരു ഇത് കണ്ടുപിടിച്ച് ഇത് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ട് തന്നെ ഇതിൻ്റെ ബില്ലിങ് പ്രോസസ്സിങ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു സംഭവം അവർ നിർത്താതിരിക്കുന്നതിനുള്ള ഒരു കാരണം. അപ്പം നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക, അത് എനിക്ക് പറയാവുള്ളൂ. നിങ്ങളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും അറ്റ്ലീസ്റ്റ് കൈ ഒന്ന് കഴുകിയിട്ടെങ്കിൽ, വെള്ളം ഒഴിച്ചെങ്കിലും കഴുകിയിട്ടെങ്കിൽ നമ്മൾ പുറത്തായാലും അതുപോലെ തന്നെ ഫുഡ് ആയാലും തൊടാൻ പാടുള്ളൂ. പിന്നെ കുട്ടികളുടെ കയ്യിൽ ഒരു കാരണവശാലും കൊടുക്കരുത്. ഇൻ കേസ് കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ വീട്ടിലാളില്ലാത്തപ്പോൾ ആരെങ്കിലും കറണ്ട് ബില്ലോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് ഇത്രേ പറയാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക.